കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃഷ്ണകുമാറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ വലിയൊരു ന്യായീകരണം അല്ലെങ്കിൽ വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് അഹാന എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹാന തന്റെ അമ്മുമ്മയെ കൂടുതൽ കാണിച്ചു തരികയാണ് എന്നതാണ് സത്യം. പ്രായത്തിന് മൂത്ത ആളോട് അഹാന ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അഹാനെ അങ്ങനൊരു കുട്ടിയെ ഞങ്ങളാരും സങ്കല്പിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞവർക്കുള്ള മറുപടിയാണ് അഹാന നൽകുന്നത്. സ്വന്തം അമ്മുമ്മ തന്നോട് ലൈംഗിക ചുവയുള്ള സംസാരം അല്ലെങ്കിൽ തന്നെ ലൈംഗികമായി അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്കത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമോ? സ്വന്തം അമ്മുമ്മ ഇത്രയും പ്രായം കുറവുള്ള തൻ്റെ ചെറുമകളോട് ലൈംഗികമായി അധിക്ഷേപിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എന്നാൽ ഞാനത് അനുഭവിച്ച വ്യക്തിയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനോ ന്യായീകരിക്കാനോ സാധിക്കില്ല. അല്ലെങ്കിൽ അത്രയും പ്രായമായ ഒരു വ്യക്തിയാണ്, അവർ പറഞ്ഞോട്ടെ എന്ന് കരുതി എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ മോശമായി പറഞ്ഞത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നെ ഞാൻ അന്ന് ആ വീഡിയോയുമായി വന്ന് കുടുംബ വിഷയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്താണ് എന്ന് പലരും ചോദിക്കുന്നു. അത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നും അവരാണ് ഇതെല്ലാം ആദ്യം തുടങ്ങിയതെന്ന് നിങ്ങൾ മറക്കാൻ പാടില്ലെന്നും അഹാന പറയുന്നു. എന്നാൽ എന്നും കുറ്റമെല്ലാം എൻ്റെ കുടുംബത്തിനായതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ തന്നെ മാത്രം വന്നത്. എൻ്റെ അമ്മയെ ആവശ്യമില്ലാത്ത കുറ്റം പറഞ്ഞും അമ്മയെ അത്രമാത്രം സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കി കൊടുത്തും ചെയ്ത വീഡിയോയ്ക്ക് പകരമായിട്ടാണ് ഞാൻ ചെയ്തത്. അമ്മയ്ക്കത് അത്രമാത്രം വിഷമമുണ്ടാക്കി. തൻ്റെ അച്ഛന് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു മകളാണ് എൻ്റെ അമ്മ. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് എനിക്കിത് കേൾക്കാൻ സാധിക്കില്ല. അല്ലെങ്കിലും എൻ്റെ അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കാനാകില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കള്ളത്തരം കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതൊരു മകളും അല്ലെങ്കിൽ ഏതൊരു മകനും സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ. കുടുംബ വിഷയം, ഫാമിലി വിഷയം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചിഴക്കപ്പെട്ടത് ഞാൻ ചെയ്ത ഒരു കാര്യമല്ല. എനിക്കിത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യം ഉണ്ടായത് പോലും മറ്റൊരു വീഡിയോയുടെ കസിനും അമ്മുമ്മയും അത് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് പറയാം. എൻ്റെ ഭാഗത്ത് അങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അവരത് പറഞ്ഞെങ്കിലും ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അന്നെൻ്റെ മുന്നിൽ മറ്റൊരു മാർഗം ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അത്രമാത്രം അതെൻ്റെ അമ്മയെ വിഷമിപ്പിക്കുകയും അമ്മയ്ക്കുള്ള സൈബർ അറ്റാക്കായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചവർ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ അറിയുന്നവരൊക്കെ തന്നെയും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലായവരോടൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ വിഷയത്തെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് എനിക്കിത് പറയേണ്ടി വന്നതും. അന്ന് അവർ ആ ഇഷ്യൂ വലിച്ചിഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഒക്ടോബർ മുതൽ പിണങ്ങി നിൽക്കുന്ന അമ്മുമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയില്ലായിരുന്നു. ഇപ്പോൾ 2 മാസമായി ചർച്ച ചെയ്യുന്ന വിഷയം വന്നത് ഇതിനു മുൻപേ ഞാനും അമ്മുമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ആരെയും ഇതൊന്നും അറിയിച്ചിരുന്നില്ല. അതിന് കാരണമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.